നമുക്ക് നമ്മുടെ എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് ഇത് മുതൽ കാണണം, വീഡിയോസ് കാണണം നിങ്ങൾ. അപ്പോഴേ ആദ്യം തൊട്ട് പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിച്ചു വന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറേ സ്റ്റെപ്സുകൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തിരുവാതിരയുടെ നമുക്ക് ഏത് ഇതിൽ നിന്ന് കുറച്ച് എടുത്താൽ നിങ്ങൾക്ക് പുതിയ ഡാൻസുകൾ, തിരുവാതിര പാട്ടെടുക്കാം. ഞാനൊക്കെ ആദ്യം എൻ്റെ അടുത്ത് പാട്ട് ചോദിച്ചപ്പോൾ ഞാൻ പാട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലിറിക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഈ ലിറിക്സ് ഇട്ടിട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് പാടി. ട്യൂൺ ഇതാണ്, പക്ഷെ ആ ട്യൂൺ നിങ്ങൾക്ക് ഭംഗിയായിട്ട് പാടാം. ഞാൻ പാടുന്ന പോലെ അല്ല, കുറച്ച് നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് പാടാം. അപ്പം നമ്മൾ ആദ്യം തൊട്ട് കാണുന്നവർക്ക് ഇതിപ്പോൾ ഈ പഠിക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് തോന്നും. അവർക്കൊക്കെ ഈസിയാണ് പഠിക്കാനായിട്ട്. പലരും എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഇതുപോലെ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തിരുവാതിരൻ്റെ ചാനൽ കണ്ടിട്ട് തന്നെ, എൻ്റെ ചാനൽ എടുക്കുക അത്ര വലിയ ചാനലല്ല, അതിനെക്കാളും നല്ല ഗംഭീരം കാണും. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ടീച്ചറിനൊക്കെ. എൻ്റെ അടുത്ത് പലയിടത്ത് പാലായിൽ നിന്നും പിന്നെ എവിടെ ഹൈറ്റുമാരും അങ്ങനെ ഇവിടെ നിന്നൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് നല്ലത് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്തു നിന്ന് തന്നെ ഇടയ്ക്ക് എന്നെ ഒരു കുട്ടി വിളിച്ചത്, ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ടീച്ചറെ ഒന്ന് നോക്കി പറയണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല തിരുവാതിരയിൽ, പഠിച്ചിട്ടുണ്ട് കുറേയൊക്കെ. പിന്നെ ഞാൻ പഴയ രീതിയിലും എനിക്ക് കുറച്ചൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചതാണ് അങ്ങനെ പോയി. അപ്പം നിങ്ങൾ കണ്ടു കാണും എൻ്റെ വീഡിയോയിൽ നല്ലൊരു മുത്തശ്ശി വന്ന് ഡാൻസ് ചെയ്തതൊക്കെ. അത്രയും അവർക്ക് നമ്മളോട് ഇഷ്ടം കൊണ്ടാണല്ലോ കാണുന്നത്. ചെന്നൈയിലാണ് പുള്ളിക്കാരി, ഇവിടെ ബന്ധുവിൻ്റെ ആരുടെ വീട്ടിൽ വന്നപ്പോൾ തേടി പിടിച്ച് വന്നതാണ് എന്നെ കാണാനായിട്ട്. അപ്പം ഭയങ്കര സന്തോഷം. ഞാൻ അവിടെ ഡാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ അത് കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ അത്രയും പ്രായത്തിലും ഇതിനോടുള്ള ഒരു ആസക്തി, അതായത് ഈ തിരുവാതിരക്കളി ആണ് പുള്ളിക്കാരി കൂടുതലും ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഡാൻസായിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്നാലും ഭയങ്കര ഇഷ്ടമാണ്. ഇനി വരുമ്പോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്. പുള്ളി ഇവിടെ ഈ തിരുവനന്തപുരത്ത് എവിടെയാണെങ്കിലും വന്നതന്നെ, കൂടെ വന്ന് ചെയ്തതന്നെ. ചെന്നൈയിൽ വരാൻ പറ്റില്ലല്ലോ, അത്ര ഏജായി, 90 വയസ്സായി പുള്ളിക്കാരിക്ക്. അപ്പോൾ അങ്ങനെ ആ വയസ്സുകാർക്കും ചെയ്യാം, ഡാൻസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കുമ്മിയൊക്കെ ചാടി ഇരുന്ന് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പ്രായമുള്ളവർക്ക് അങ്ങനെ ചെയ്യണം. ചെറുതായിട്ട് ചാട് പോലും വേണ്ട, കുമ്പി ചെയ്യണമെന്നേ ഉള്ളൂ. ചാടണമെന്ന് നിർബന്ധമില്ല. പ്രായമുള്ളവർക്കായിരിക്കണം ഞാൻ പറയുന്നത്. അല്ലാത്തവർക്ക് കുട്ടികൾക്കൊക്കെ വന്നിട്ട് ചാടി തന്നെ ചെയ്യണം. കുമ്പി അങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിക്കും. അപ്പം നമ്മൾ അധികം പ്രായമായവരെ ഉദ്ദേശിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട്. അതൊക്കെ കുറച്ചാണ് എടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ പഠിപ്പിച്ച കുമ്മി ഉണ്ടല്ലോ, കുമ്മി നിങ്ങൾ ചെയ്യുമ്പോൾ, ചെറിയ കുട്ടികൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ചാടി ഇരുന്ന് തന്നെ ചെയ്യണം. ആദ്യത്തെ എൻ്റെ ചിലവരൊക്കെ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇപ്പം കാണുന്നവർ ഫസ്റ്റ് തൊട്ടൊന്ന് കണ്ടു നോക്കും. നമ്മുടെ നൃത്തശ്രീ ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമി ശ്രീദേവി സോമനാഥൻ അടിച്ച കിട്ടുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കും. ഇപ്പം കാണുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യം തൊട്ട് കാണുന്നവരെ ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എത്രയോ തിരുവാതിരക്കളി ഇപ്പോൾ ചെയ്തു കാണുമല്ലേ നിങ്ങളൊക്കെ. നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ടാണ് എനിക്ക് വീണ്ടും ഇത് തുടർന്നുകൊണ്ട് ഞാൻ പോകുന്നത്. ഇപ്പം തന്നെ കുറേ പേർക്ക് അസുഖം, പ്രായമുള്ളവരാണ് എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ. എല്ലാവരും പ്രായമുള്ളവരാണ്, എല്ലാവരും 60, 50 എന്തായാലും 55 വയസ്സിന് മുകളിലുള്ളവരാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് പല അസുഖങ്ങൾ, ഈ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ വരാനായിട്ട്. അതാണ് ഞാൻ ചില സമയത്ത് ഞാൻ തന്നെ ചെയ്യുന്നത്. ആരെയും കിട്ടുന്നില്ല, എനിക്ക് കിട്ടുന്നത് വെച്ചാൽ അവർക്ക് അസുഖം. നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് പറ്റുന്നത് അവർക്ക് ചെയ്യാം, പ്രായമുള്ളവർക്ക് നമ്മൾ പഠിപ്പിക്കുന്ന അങ്ങനെയും ചെയ്യാൻ വേണ്ടി. എല്ലാവരും ഇത് കണ്ട് പഠിച്ചു നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്കിന്ന് പുതിയ സ്റ്റെപ്പ് എടുക്കാൻ പോവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഇത്തിരി ടഫൊക്കെ ആയി പോകും. നമുക്ക് നമസ്കരിക്കാം. പുതിയ സ്റ്റെപ്പ് നമുക്ക് തുടങ്ങാം. 1 2 3 4 5 6 7 8 1 2 3 1 2 3 1 2 3 1 2 1 2
3 4 1 2 3 4 നമ്മൾ പറഞ്ഞത് 1 2 3 4 പിന്നെ 5 6 5 6 മുമ്പിലാണ് 7 8 പിന്നെ നമ്മൾ അങ്ങോട്ടാണ് 1 2 3 1 2 3 1 2 3 1 3 1 2 3 വലിയ സ്റ്റെപ്സ് നമ്മൾ തന്നെ ചവിട്ടിക്കൊണ്ടാണ് 1 2 3 4 5 6 7 8 1 2 3 1 2 3 1 2 3 1 2 അപ്പോൾ ഒന്ന് ചാഞ്ഞ് വിടണം. നമുക്ക് കൈ പഠിക്കാം. 1 കേട്ടോ താഴ്ന്നു കൊടുത്തു 1 2 3 4 5 6 7 8 ഇനി നമ്മൾ ഔട്ട് വേണം 1 2 3 1 2 3 അല്ല അത് നമ്മൾ 1 2 3 ഇത് സൈഡിലോട്ടാണ് 1 2 3 1 2 3 വീണ്ടും 1 2 3 1 2 ഒന്നുകൂടെ പറഞ്ഞുതരാം 1 2 3 4 5 6 7 എല്ലാ 7 എന്നൊന്നും കാണുന്നുണ്ടോ 1 കാണുന്നത് 1 2 3 4 എല്ലാം നമ്മൾ മുട്ട് കുറച്ച് മടക്കിയിട്ടാണ് 1 2 3 4 5 6 7 എല്ലാ 7 എന്ന് നന്നായിട്ടാണ് 1 2 3 4 5 6 7 8 1 2 3 1 2 3 1 2 3 1 2 ഒന്നുകൂടെ പറഞ്ഞു തരാം 1 2 3 4 5 6 7 8 1 2 3 1 2 3 1 2 3 1 2 അതുപോലെ ഈ സൈഡിലോട്ട് ചെയ്യാം 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 അപ്പോൾ നമ്മൾ 1 2 3 4 എന്ന് പറയുമ്പോൾ വെറുതെ കൈയൊന്ന് ഇങ്ങനെ പിടിക്കണ്ട വെറുതെ ഇങ്ങനെ അത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും ഇങ്ങനെ പിടിക്കില്ല അതുപോലെ തന്നെ ഇതും. അപ്പം നമ്മൾ 1 വെറുതെ ഉണ്ടോ 1 2 3 4 1 2 3 കാലൊന്നുമില്ല 1 2 ഇവിടെ 1 2 3 4 1 2 3 4 കാലം നമ്മൾ സമഭാഗത്തിൽ നിൽക്കുകയാണ്. അവിടെ ഇങ്ങോട്ട് നീക്കി ഇവിടെ ചവിട്ടിയിട്ട് 1 2 കേട്ടോ. ഈ ഇടതുകാലിൻ്റെ അടുത്ത് വലതുകാലം ചവിട്ടിട്ട് വലത്തോട്ട് തിരികെയാണ് കാലം നീട്ടുകയാണ് 1 2 3 4 1 നേരെ തന്നെ 2 3 4 നമ്മൾ മുട്ട് മടക്കി കൊടുക്കണം 1 2 3 4 1 2 3 4 അതാണ്. ഇനി തിരിഞ്ഞു പോകണം 1 2 3 4 1 2 3 4 അപ്പോൾ 1 2 എന്ന് പറയുമ്പോൾ 1 2 കറങ്ങി 3 4 1 2 കറങ്ങി 3 4 ഇത്രയേ ഉള്ളൂ. കൈ മാത്രം ഇതാണ് 1 കൈയൊന്നും വളരെ ലൂസായിട്ടാണുള്ളത് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 കേട്ടോ. അപ്പോൾ കാലും 1 2 നന്നായിട്ട് താഴ്ന്നു കൊടുക്കണം 1 2 3 4 1 2 3 4 അവിടെ താഴ്ന്നു കേട്ടോ 1 2 3 4 1 2 3 4 1 2 3 കൈയൊന്ന് ഇങ്ങനെയൊക്കെ നീട്ടിയിട്ട് കുറച്ചുകൂടെ മതി 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ഇതാണ് സ്റ്റെപ്പ്. സിമ്പിളാണ്, പെട്ടെന്ന് പഠിക്കാം. ഒന്നുമില്ല 1 2 3 4 അത്രയേ ഉള്ളൂ. 1 2 1 അവിടെ തന്നെ സമവാദത്തിൽ നിന്ന് നമ്മൾ ഒന്ന് അവിടെ ചവിട്ടിയിട്ട് 2 ഇങ്ങോട്ട് കൊടുത്തു 3 4 അത്രയേ ഉള്ളൂ. അതുപോലെ കറങ്ങുമ്പോൾ 1 2 എന്ന് പറഞ്ഞ് 3 4 കറങ്ങി നിൽക്കുകയാണ് ഇവിടെ. നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം പഠിച്ചത് ഇനി അടുത്തൊരു സ്റ്റെപ്പ് കൂടെ പഠിക്കാം. അതിങ്ങനെയാണ് 1 2 3 4 1 2 3 4 1 2 1 2 1 2 3 4 1 2 3 4 1 2 3 4 1 2 1 2 1 2 നമ്മളിത് ചെയ്തിട്ടില്ലേ സ്റ്റെപ്പ് ഇങ്ങനെ പോണ സ്റ്റെപ്പ് 1 2 3 4 1 2 3 4 അപ്പം 1 2 3 4 1 2 3 4 അപ്പം 1 2 3 4 1 2 ഒന്ന് ചെറുതായിട്ട് താഴ്ന്ന് 1 2 3
4 1 2 3 ഇപ്പൊ പിന്നെ ഇങ്ങോട്ട് 1 2 1 2 1 2 1 2 വെറുതെ ഇത്രയേ ഉള്ളൂ 1 2 3 4 1 2 3 4 1 2 1 2 1 2 1 2 1 2 3 4 1 2 3 4 1 2 1 2 1 2 1 2 പോകുമ്പോൾ കുറച്ചൊന്ന് 1 2 3 4 പിന്നെ ഇങ്ങോട്ട് 1 2 3 4 അങ്ങനെ വരണം ഇങ്ങനെ വരുമ്പോഴാണ് ഭംഗി വരുള്ളൂ 1 2 3 4 1 2 3 4 1 2 1 2 1 2 1 2 മനസ്സിലായല്ലോ അല്ലേ 1 2 3 4 1 2 3 4 പിന്നെ ഇവിടെ നിന്ന് 1 2 താഴെ 1 2 1 2 1 ആ 1 വരുമ്പോൾ 1 താഴും 2 വരുന്നു കേട്ടോ 1 2 1 2 1 2 1 2 കൈ സ്റ്റിഫായിട്ടില്ല കൈ തളർത്തിയിട്ടാണ് ഇപ്പോൾ 1 താഴ്ന്നു നമ്മൾ താഴ്ന്നു 2 നിവർന്നു കൊടുക്കും 1 നമ്മൾ ഒരു സൈഡിലോട്ട് താഴ്ന്നു നമ്മൾ തിരിഞ്ഞിരുന്നു 1 1 2 നേരെ വീണ്ടും ഇവിടെ 1 2 1 2 ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് 2 നേരെ പിന്നെ ഈ സൈഡിൽ 1 ചവിട്ടി നേരെയാണ് ഇത്രയുള്ള ഈ സ്റ്റെപ്പ്